എല്ലാരും ഇപ്പൊ പറയുന്നത് ശ്രീതു ഒരു ഇതിട്ട് അതോളം സ്റ്റാൻഡ് നിലപാട് സത്യം പറയട്ടെ, ശ്രീതു എന്റെ ഫ്രണ്ട് ഒന്നുമല്ല. ചേച്ചി എന്റെ ഫ്രണ്ടാണ്. ചേച്ചിയുടെ ശ്രീതു എന്റെ ഫ്രണ്ടല്ല. ഞാൻ ആദ്യമായിട്ട് ശ്രീതുവിനെ കാണുന്നത്. ശ്രീതുവിന്റെ വ്ലോഗും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഉള്ള കാര്യം പറയാലോ. സജനയുടെയും ഒക്കെ കള്ളങ്ങൾ തന്നെ പൊളിഞ്ഞടങ്ങുന്ന ഒരു വീഡിയോ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ശ്രീതു, നിന്നെയൊക്കെ ഒരു പട്ടി വില പോലും തരുന്നില്ലല്ലോടെ ഇവർക്ക്. നിനക്കൊരു പട്ടി വില പോലും തരുന്നില്ലല്ലോ. പിന്നെ നീയൊക്കെ എന്തിനാ ഇവർക്ക് വേണ്ടി ഇങ്ങനെ നടക്കുന്നത്? എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഫുൾ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇവറ്റയുടെയൊക്കെ സ്റ്റാൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവറ്റകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടും കൂടെ പ്രത്യേകിച്ച്. ഓക്കെ, വീഡിയോയിലോട്ട് പോകുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക, ഒന്ന് ഹൈപ്പ് കൊടുത്തേക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒരു സബ്ബും കൂടെ ഒന്ന് ചെയ്തേക്കുക. ഒന്ന് പോയി കണ്ടിട്ട് വാ. നമ്മുടെ രേണുസുതി സംബന്ധമായിട്ടുള്ള അടുത്ത ഒരു കാര്യം സംസാരിക്കണമെന്നേ. മനോരമ ന്യൂസിൽ വന്നതാണ് കേട്ടാ. ഞാൻ ഉദ്ഘാടനത്തിന് പോയതിന്റെ തൊട്ടടുത്ത് മിസൈല് വീണു രേണുസുതി. സ്വാഭാവികം. നീ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ടോ അവിടെ മിസൈലല്ല വീഴേണ്ടത്, പലതും വീണു പോകും. മലയാളികളൊക്കെ എങ്ങനെ ഇവിടെ ജീവിച്ചു പോകുന്നതെന്ന് നമുക്കേ അറിയത്തുള്ളൂ. കാരണം അവർ തന്നെ പറയാറുണ്ട് ഫോൺ ഓപ്പൺ ചെയ്ത രേണുസുതിയാണെന്ന്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സജന വ്ളോഗ്സിന്റെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ രേണുവിന്റെ കോണ്ടന്റ് ഇനി ചെയ്യും. ഇനി സജന പിന്നെ കൂടെയുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ വിഷയങ്ങൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോ പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യാറില്ല. ഇനി ഉറപ്പിച്ചൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാലേ ഇവരെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നാടകം കളിക്കുന്നതായിട്ട് ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ അടുത്ത സമയത്ത് വന്നിട്ട് രേണുവിനെ ഞങ്ങൾ കുറ്റം പറച്ചിലായിരുന്നു. ചെയ്ത തെറ്റാണ്, അങ്ങനെയാണ്, മറ്റാണ്, മറിച്ചതാണ് എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചു. ഉറ്റ ചങ്ങാതിയുടെ ഭാഗത്തൊരു തെറ്റ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം വന്നിട്ട് വീഡിയോ വന്നിട്ടല്ല അത് പറയേണ്ടത്. അവരെ വിളിച്ച് ആദ്യം അത് സംസാരിക്കണം. സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് വീഡിയോ പറയണം. ഞാനതിങ്ങനെ അവളെ വിളിച്ചായിരുന്നു, അതവളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ പോയി പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് വിളിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റ് ചെയ്ത് മാറ്റുന്നു. എന്തോ നടയത് ഇപ്പോൾ വന്നിട്ട് വലിയ കോര പ്രസംഗിക്കുന്നത്. എൻ്റെ സജനയെ സാമാന്യം ബോധമില്ലേ നിങ്ങൾക്ക്? ഇതിപ്പം നിങ്ങൾ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വെറുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക്. ഞാൻ അത്രേ പറയുന്നത്. എന്തായാലും നമുക്ക് അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പോകാം. സജന വ്ളോഗ്സിൻ്റെ അവസാനത്തെ വീഡിയോ ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു രേണുവിൻ്റെ എടുക്കാം. കാരണം അത് വേറൊരു കഥയാണ്. കാരണം രേണുവിൻ്റെ എടുക്കാതെ വിട്ടിട്ട് പോയൊരു കേസ് കേട്ട് അത് പിന്നെ ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളെ വിളിച്ചിട്ട് ആ മോനിട്ട് നല്ല പണി കൊടുക്കണേ എന്ന് പറഞ്ഞതിൻ്റെ ടു Z കാര്യങ്ങൾ തെളിവ് സഹിതം നമ്മളിവിടെ കേട്ടു. ഈ ഇരിക്കുന്ന സാധനം ഞാൻ ആരുടെയും കാര്യത്തിൽ ഇടപെടത്തില്ലെന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുന്ന രേണുസുതിയുടെ കാര്യം തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു സ്ത്രീ അങ്ങനെ പറയത്തുള്ളൂ. ഒരു മനുഷ്യനെ എവിടെ എങ്ങനെ ഞങ്ങളൊക്കെ നേരെ പോ സംസാരിക്കും. ഇവരങ്ങനല്ല, കീഴിൽ കൂടെ പണിയായിരുന്ന ടീമാണ്. ഒന്ന് തരാൻ നോക്കിയതാ, ചേച്ചിക്ക് ആള് മാറിപ്പോയി. അതിൻ്റെ ഇരിപ്പുണ്ട്. സമയമാകുമ്പോൾ അത് നമുക്ക് എടുത്തങ്ങിടും. അത്ര ഞാനിപ്പോൾ പറയുന്നുള്ളൂ, സമയമാകുമ്പോൾ മാത്രം. എന്തായാലും സജന സംസാരിക്കുന്നുണ്ട്, കേക്ക്. മിസൈൽ ഓക്കെ ബാ. ഹായ്, ഹലോ, നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു ആൽബത്തിന്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കുറച്ച് കാഴ്ചകൾ എല്ലാവരും കണ്ട്. ആ ഒരൊറ്റ ഹായ്, ഹലോ, നമസ്കാരം. പിന്നെ ഒരൊറ്റ കുറെ ബൈക്സും കുറെ റീൽസും ഒക്കെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്സ് ആണ് കിടന്ന് കറങ്ങുന്നത്. അതായത് ഫ്രണ്ട്സായ ഞാൻ പോലും പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒന്നും പറയാത്ത പോലെ എനിക്ക് ഫ്രണ്ട്സായ ഞാൻ പോലും ബാക്കി പറ. രേണുവിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കുറച്ച് ഓവറാണ് കുറച്ച് ഓവറാണെന്ന്. അന്ന് അത് കഴിഞ്ഞിട്ടാണ് അതിനകത്ത് വൈകിട്ട് നിന്ന് ഞാൻ വിളിക്കുന്നത്. ഓഹോ, നല്ലൊരു കൂട്ടുകാരായിരുന്നെങ്കിൽ ആദ്യം ഡയറക്റ്റായിട്ട് വിളിച്ച് സംസാരിച്ചാലേ അല്ലേ? അല്ലാതെ പോസ്റ്റ് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടല്ല പോയി വിളിക്കേണ്ടത്. ഇപ്പം അന്ന് ഞാൻ എപ്പോഴും അതിനോട് പറയുന്നത് ഈ ഒരു കോണ്ടന്റ് എടുക്കണ്ട നമുക്ക് വേറെ പണിയുണ്ട്, എടുക്കണ്ട എന്ന് പറഞ്ഞ് അവസാനം എന്തോ വന്നപ്പോഴാണ് ഞാനൊരു പോസ്റ്റിൽ ഒരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു ഇന്ന പോലാണ്. ആ കാര്യത്തിൽ അതുലിനെയും പറഞ്ഞ് വേറൊരു വ്യക്തികളെയും കൂടെ മെൻഷൻ ചെയ്തിട്ട് സംസാരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അതിനൊരു പ്രശ്നം വന്ന് ഇവർ ഒരുത്തിനോട് വിളിച്ചിട്ട് മോശമായിട്ടുള്ള രീതി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് തെളിവ് സാധ്യത കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇവർക്കെതിരെ വീഡിയോ ഇടാൻ പോയത്. അപ്പോഴത്തേക്കും അവനെന്ത് കൊടുത്തു, ഈഗോ അടിച്ചിട്ട് എനിക്കെതിരെ സംസാരിച്ചു. ഓക്കെ, അത് സോഷ്യൽ മീഡിയ എല്ലാവരും കണ്ടതാണ്, അതവിടെ വിട്ട്. പക്ഷെ ഇവർ ചെയ്യുന്ന അത്ര ഒറ്റ ചങ്ങാതിമാരല്ലേ? ഈ രേണുവിൻ്റെ നമ്പർ ഇല്ലാത്തതൊന്നുമില്ലോ, സജിനയ്ക്കൊന്ന് വിളിക്കാറുണ്ടല്ലോ, വിളിച്ചൊന്ന് സംസാരിക്കായിരുന്നു. ഇന്നപോലുള്ള കാര്യം രേണു കാണിച്ച് മോശമായപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യും, അതിനകത്ത് ഞാൻ പറയും ഇപ്പോൾ രേണുവിനെ വിളിച്ച് താക്കീത് ചെയ്തു, അങ്ങനെ വേണ്ടത്. പക്ഷെ സജിന എന്താ ചെയ്തത്? ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ പോയോ? നിങ്ങളാൾ കൊള്ളാമല്ലോ, നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റാൻഡ് ഇല്ലല്ലോ. നിങ്ങളെ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് പോലും വെറുപ്പാവുന്ന രീതിയിലാണ് നിങ്ങൾ അത് ചെയ്തതെന്ന് ഞാൻ പറയത്തുള്ളൂ.
വിളിച്ച് സംസാരിച്ചതിന് ശേഷം ആ പോസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്തു. ആ എഡിറ്റ് ചെയ്യുന്ന പോസ്റ്റും എഡിറ്റ് ചെയ്യുന്നതിനുള്ള മുമ്പത്തെ പോസ്റ്റും കുറെ ആൾക്കാർ അതിന് എടുത്ത് കഴിഞ്ഞിട്ട് ആ എഡിറ്റ് ചെയ്ത രണ്ടാമത് ആ പോസ്റ്റ് എഡിറ്റ് ചെയ്തത് നീ എന്നെ ഭീഷണിപ്പെടുത്തി ഗുണ്ടകളെ വിട്ട് തല്ലാൻ വന്നു. സത്യം പറയട്ടെ, എന്നെ ബാധിക്കുന്ന അത് ആരോ പറഞ്ഞത് ഗുണ്ടകളെ വിട്ട് തല്ലാൻ വന്നു എന്നൊക്കെ ആരെങ്കിലും വാഗോണ്ട് പറഞ്ഞിട്ട് വല്ല വീഡിയോ ഉണ്ടെങ്കിൽ ചേച്ചി ഒന്ന് എടുത്ത് സൈഡിൽ വെച്ചേര്. പിന്നെ രേണു സുധിക്ക് ഇതൊന്നൊരു വിഷയമായിട്ടുള്ള കാര്യമില്ല. ഇതിന്റെ അപ്പുറത്തെ കേസായിട്ട് വന്നിട്ട് ഒരു നാണവമാനോ എല്ലാം നടക്കുന്ന ഒരു സ്ത്രീയാണ് അവർക്കൊരു വിഷയമല്ല. ഇപ്പൊ അത് അവർ തന്നെ പറയും, നിങ്ങൾ കേട്ടു നോക്ക്. ഈ നെഗറ്റീവ് പറയുന്ന കുറെ വ്ളോഗേഴ്സിന് എനിക്ക് അറിയില്ല, ജസ്റ്റ് സ്ക്രോൾ ചെയ്യാൻ അറിയുന്നത്. ഞാൻ ഇതൊന്നും കാണാറില്ല, കേൾക്കാറില്ല. സത്യം പറഞ്ഞാൽ സജിത് ചേച്ചിയുടെ വ്ളോഗ് ചേച്ചി പറയുമ്പോൾ ഞാനിത് കാണും. അതല്ലാതെ എനിക്ക് യാതൊരു ഞാൻ എഡിറ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്താനും ഒന്നിനും ഞാൻ പോകുന്നത്. ഞാൻ എന്റെ ഇഷ്ടത്തിൽ ഞാൻ ജീവിക്കുന്നു, ഞാൻ ഒരു സൈഡിൽ കൂടെ ജീവിക്കുന്നത്, എന്റെ ജോലിയായിട്ട് ജീവിക്കുന്നത്, അത്രേ ഉള്ളൂ. അല്ല നിങ്ങൾ ഈ വ്ളോഗേഴ്സ് പറയുന്ന പോലെ ഞാൻ ഭീഷണിപ്പെടുത്താനും പോയിട്ടില്ല, ഞാൻ എഡിറ്റ് ചെയ്തത് കളയാനും പോയിട്ടില്ല. ഒന്നും എനിക്ക് തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല നിങ്ങൾ ഈ അടിക്കുന്ന നെഗറ്റീവ്സ് ഒന്നും. അത് ആദ്യമേ ഞാൻ പറയാം. നിങ്ങളുടെ ആരുടെയും വ്ളോഗ്സ്, സജിതയുടെ വ്ളോഗ്സ് ഞാൻ കാണാറുണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് ഞങ്ങൾ തെങ്കാശ്ശേരി ഒരു ഷൂട്ട് വന്നാണ്. ഇത് എന്താ പറയാ, ഷൂട്ടിന് വന്നാണ്. ഷൂട്ട് പകുതിയായി, കുറച്ചുകൂടെ കഴിഞ്ഞ ഷൂട്ടിലായി. ഇന്നലെ ഇവര് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, രേണു സുധി ഒരു ചെറുക്കനോടെ നിൽക്കുന്നത്. അതിന്റെ സെർട്ട് ഗീഡി സജിന ചേച്ചി കൂടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതൊക്കെ വെച്ചിട്ട് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. അതിനുശേഷമായിരിക്കും കള്ളി പൊട്ടിയെന്നായിരിക്കും ചിലപ്പോൾ വേണമെങ്കിൽ വന്നിട്ട് വലിയ സംസാരിക്കുന്നത്. എന്നാലും സജിന, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഇല്ല എന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. സീരിയസ്ലി. പിന്നെ നിങ്ങളുടെ ഒരു കോൺടാക്ട് ഞാൻ ഇനി എടുക്കത്തില്ല. കാരണം നേരത്തെ സംസാരിക്കാനാണെങ്കിലും നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ നല്ലത് പറയും. പക്ഷേ എന്താ പറയണ്ടേ, ഞാൻ പറയട്ടെ, നല്ലൊരു ഹൈ ലെവലിൽ പോകേണ്ട ഒരാൾ സത്യം പറഞ്ഞാൽ കാണിച്ചു കൂട്ടുന്ന ഓരോ കോമളത്തിന് കാണുമ്പോൾ എനിക്ക് രേണുവിനേക്കാളും ഒരു കോമഡി പീസായിട്ട് തോന്നുന്നു ഇപ്പോൾ സജിനയാണ്. സ്റ്റാൻഡില്ല സജിനയ്ക്ക്, അത്രേ പറയത്തുള്ളൂ. സജിനെ ഒന്ന് ആലോചിച്ച് നോക്ക്. സജിനെ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അത്യാവശ്യം നിങ്ങളുടെ ഓരോ പടത്തിന്റെ കാര്യങ്ങളും ഇറങ്ങി ഞാൻ കണ്ട കാര്യം ഞാൻ അതുലിനെ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ അവന് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. പോടാ സത്യം അവിടെ. എന്നിട്ട് പിന്നെ എന്തിനാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൻ അത്രയും പോസിറ്റീവായിട്ട് അവൻ സംസാരിക്കുക. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ നെഗറ്റീവ് എന്താണെന്നറിയാവോ? ഇവരുടെ കൂടെ കൂടുന്നതിൻ്റെ. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഇപ്പം അത്യാവശ്യം നിങ്ങൾക്ക് നല്ല സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ചാനലിൽ നല്ല കോണ്ടന്റ് ഇട്ടിട്ട് പോയാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. ഇവരെ വെളുപ്പിക്കാൻ പോയി ഇവരുടെ അണ്ടറിൽ നിന്ന് പോകുന്നതായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പം അതിൽ ഞാൻ BB കെയർ, ഇപ്പം ദേവ് ടോക്സ്, മാസ്റ്റർ മൈൻഡ് മൈനു, പിന്നെ ആരാണ് ബിജു വ്ളോഗ്സ്, പിന്നെ ആരാണ് വേറൊരു ഇതാണ് അനീഷ് വ്ളോഗ്സ്, ഇവരെല്ലാവരും കൂടെ ഒന്ന് മീൻസ് ഈ കോണ്ടന്റ് എടുക്കാതെ എല്ലാവരും കൂടെ ഒന്ന് വിചാരിച്ച് കോണ്ടന്റ് എടുക്കാതിരുന്ന രേണു എന്ന് പറഞ്ഞ വൻമരം വീഴും. 100% ഉറപ്പാണ്. ഞങ്ങൾ ഈ ഒരു വിഷയം എടുത്തില്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇത് ചർച്ചയോ ആവത്തില്ല, ഒരു ഇതുമില്ല. ഞാനിത് പലവരോടും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ പൊക്കി വരികയൊക്കെ ചെയ്യും. ചിലപ്പം ഈ ബിഷപ്പിന്റെ കേസുകെട്ടൊക്കെ വരുമ്പോൾ സമയത്തൊക്കെ എടുത്തിട്ട് ആൾക്കാർ സംസാരിക്കുമ്പോൾ പിന്നെ ഓരോരുത്തരടുത്തൊക്കെ സംസാരിക്കും. പക്ഷേ ഈ വ്ളോഗേഴ്സ് എല്ലാവരും ഒന്ന് വിചാരിച്ച, ഷഫീന ബിബി എല്ലാവരും കൂടെ വിചാരിച്ച ഒരു മാസം എടുക്കാതിരിക്കാവോ? സത്യം പറയാലോ, രേണുവിന് വീട്ടിലിരിക്കാം. അത് രേണുവിന് നല്ല രീതിയിൽ അറിയാം. അത്രേ ഉള്ളൂ. ഇപ്പം ഒരാളൊരു അഭിപ്രായം പറഞ്ഞാൽ അതിന് മറുവശമായിട്ട് അടുത്ത ആൾ വരും. രേണുവിൻ്റെ കൂടെ നിൽക്കുന്ന ആ പടം നിങ്ങൾ മാത്രമേ ഉള്ളൂ സച്ചിന. പിന്നെ വേറെ ഒരു കൂടെ ഉണ്ട്, എന്തുവാ അവിടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പേര് പറയാനുള്ളൊരു യോഗ്യത പോലും ഇല്ല അവൾക്ക്. അത് കോമഡി പീസാണ്. നമ്മൾ അതിൻ്റെ കാര്യമേ ഇവിടെ മിണ്ടുന്നില്ല, ഒരു മൂലയ്ക്ക് പോട്ടെ. എന്നാൽ ഞാൻ ആലോചിക്കുക സച്ചിന, അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾ എന്താ പറയുക ആലോചിച്ചും കണ്ടുമൊക്കെ ചെയ്യാൻ നോക്ക്. നിങ്ങളുടെ വർക്കുമായിട്ട് പോകാതെ ഒരു കോമഡി പീസ് ആവരുത്. ഇപ്പം അത്യാവശ്യം നല്ല ഫോളോവേഴ്സും കാര്യങ്ങളുമായിട്ടുണ്ടല്ലോ. ബുദ്ധി ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആർക്കാണ്ടോ വേണ്ടി വീഡിയോ ഇടുന്ന ചേട്ടാ, ഇപ്പം നിങ്ങളുടെ അക്കൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചുമ്മാ പെട്ടെന്ന് അഭിപ്രായം പറഞ്ഞിട്ട് അങ്ങ് കുറച്ച് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതും കൂടെ ചിന്തിക്കണം. ഓക്കെ, ഇനി ബാക്കി പറ. അപ്പൊ അന്നേരമാണ് ചേച്ചി കുറെ കാര്യങ്ങൾ, ഞാൻ ഇതൊന്നും എനിക്ക് ചേച്ചി അയച്ചായിരുന്നൊന്നും ഞാൻ കാണാറുമില്ല, കേൾക്കാറില്ല. പിന്നെ ചേച്ചി മാത്രം ഞാൻ കാണും. ഇപ്പൊ നമ്മളിപ്പോ അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട് മോളെ, അതിനകത്ത് തന്നെ ഉണ്ട്. നിന്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണും, ഉറപ്പാ. ഷൂട്ടിന് അങ്ങോട്ട് പോകട്ടെ കാർ ഇരുന്നിട്ട് ദേവുവിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. നീ കണ്ട മിസ്റ്റർ ദേവ് ടോക്സ് എന്തോ വേണം? കാർ ഇരുന്ന് ദേവ് ടോക്സിന്റെ വീഡിയോസ് ഒക്കെ ദേവ് ഡിക്കോൾസ് എന്ന് പറഞ്ഞൊരു വ്ളോഗർ ഉണ്ട്. അതിന്റെ ഇന്നിട്ടൊരു വീഡിയോ ആണ്. അതിനകത്ത് പറയുന്നത് എന്റെ പൊന്ന് രേണു അങ്ങനെ പുച്ഛിക്കല്ലേ. ഈ പറയുന്ന രേണു സുധി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 2024 ഡിസംബറിലാണ് ഒരു വിഷയം ഞാൻ ആദ്യം എടുത്ത്. ഞാൻ ഫസ്റ്റ് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ആദ്യം നെഗറ്റീവ് അടിച്ച വ്യക്തിയാണ്. എനിക്ക് നെഗറ്റീവായിട്ട് തോന്നി, ഞാനത് പറഞ്ഞു. പിന്നെ ഓരോ വ്യക്തികൾ അത് ഏറ്റി പിടിക്കാൻ തുടങ്ങി. അതുലിനെ കോമഡി ഇതല്ല, അതുലി കോണ്ടന്റ് ചെയ്യാത്ത അതുലിനെ കൊണ്ട് കോണ്ടന്റ് ചെയ്യിപ്പിച്ച് ദേ കിടക്കുന്നു. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അതിലിൻ്റെ എളുവായി. അവന് പിന്നെ കാര്യം മനസ്സിലായി. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. ഈ വ്ളോഗേഴ്സ് ഉണ്ടോണ്ടാണ് ഇന്ന് രേണു സുധി കാര്യം പൊക്കി ഇങ്ങനെ ഇരിക്കുന്നത്. മനസ്സിലായോ? ഇവരില്ലായിരുന്നെങ്കിൽ നിന്റെ ഓരോ കള്ളങ്ങളും, നീ കാണിച്ച ഓരോ കള്ളങ്ങളും, ഓരോ തോന്നിവാസങ്ങളെല്ലാം സോഷ്യൽ മീഡിയ കൊണ്ടും ഇവിടെ ജനങ്ങളുടെ മുമ്പ് ഞങ്ങൾ എത്തിച്ചതാണ്. നിന്റെ ഓരോ തോന്നിവാസവും ഓരോ കള്ളങ്ങളും അതെടുത്ത് കാണിച്ചതാണ്.
അതിന് ശേഷമാണ് മോൾ ഇപ്പോൾ ബിഗ് ബോസിൽ പോയപ്പോഴത് നിന്റെ കഴിവുകൊണ്ടൊന്നും അല്ല. പറഞ്ഞു മനസ്സിലായോ? അവർക്ക് ഷോയ്ക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പോയതാ. അവിടെ മറുപാടായോണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഷോയിൽ നിന്ന് നൈസായിട്ട് ഒരു പുള്ളിക്ക് അടി തെറ്റിയ അവസ്ഥയായിപ്പോയി. കഷ്ടം. പോട്ടെ, ബാക്കി പറ. നീ ഒരു ബൈക്ക് സൗണ്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പൊ അതിനകത്ത് പിന്നെ എനിക്ക് സപ്പോർട്ടായിട്ട് കരിഷ്മ എന്ന് പറയുന്ന എന്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് കരിഷ്മയും, പിന്നെ എന്റെ സ്വന്തം ചേച്ചിയും എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് അവിടെ ഈ സജീനയുടെ പേര് സംഭവം എന്താണെന്ന് വെച്ചാൽ എന്നെ എപ്പോഴും വിളിക്കുന്ന കരിഷ്മ. എനിക്ക് ഏത് പ്രോഗ്രാമിന് പോലും എന്റെ മാനേജറാണ്, അവള് ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുപോലെ രമ്യ എന്റെ ചേച്ചിയാണ്. ഞാൻ ഇവിടെ പോലെ അവരുമായിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവരുടെ പേര് പറഞ്ഞു. സജിന ചേച്ചിയുടെ പേര് ഇപ്പൊ എനിക്ക് പറയണം. ഞാൻ ഇതിന് മുന്നേ ഒരുപാട് പ്രശ്നം പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്നും ദേവു എന്ന് പറയുന്ന ഈ ഒരു ബ്ലോഗർ കേട്ടിട്ടുണ്ടാവില്ല. അല്ല ഉണ്ടോ? അല്ലല്ല, അതും ദേവു തന്നെ പറയുന്നുണ്ട്. വേറെ ഇതിലൊക്കെ അപ്പൊ എന്റെ സൗകര്യത്തിൽ ഞാൻ പറയുന്നത് ദേവുവിന്റെ സൗകര്യത്തിലല്ല രേണുസുതി പറയുന്നത്. എന്റെ സൗകര്യത്തിലാണ് ഞാൻ. ഇതിന് ഏറ്റവും വലിയ വിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്ന നെഗറ്റീവ്സ് ഉണ്ടല്ലോ. ഈ നെഗറ്റീവ്സിൽ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ടാണ്, എടുത്തത് കൊണ്ടോ വേറെ എന്തൊക്കെ വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് തീരുമാനിക്കുന്നത്. എന്റെ കാര്യം തീരുമാനിക്കുന്ന ബ്ലോഗേഴ്സ് അല്ലേ? അപ്പൊ അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന കൂട്ട് ഭയങ്കര ഡീപ്പായിട്ട് അങ്ങ് ഹൃദയത്തിനകത്ത് അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. ഞാനിപ്പം ഈ ദയാവതി എന്ന് പറഞ്ഞൊരു സിനിമ ലൊക്കേഷനിൽ വെച്ചാണ് ആദ്യം ഞാൻ രേണുസുതി കാണുന്നത്. കണ്ട അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് അവിടുത്തെ പ്രത്യേക സ്നേഹം. അത് ഞങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതെ, പ്രത്യേക സ്നേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം ചേച്ചി. വേറെ ഒന്നുമല്ല, ഈ രേണുസുതി എല്ലാവരും നെഗറ്റീവ് പറയുമ്പോൾ അവിടെ വന്നിട്ട് ഒരുത്തി വന്നിട്ട് പോസിറ്റീവ് പറയുമ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലും. അത് തന്നെ എനിക്ക് അന്നത്തെ അതുകൊണ്ട് വോയിസ് റെക്കോർഡ് കേട്ടപ്പോൾ ഏറ്റവും ദിവസത്തെ കാര്യങ്ങൾ മനസ്സിലായതാണ് നിങ്ങളുടെയൊക്കെ. നിങ്ങളതും പൊക്കിക്കൊണ്ട് രേണുവിന്റെ വീട്ടിൽ പോയിരുന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയലോഗ് എടുക്കാൻ ഞങ്ങൾ ചുമ്മാ പറഞ്ഞു ഞങ്ങൾ എങ്ങനെയാണ് അവന്റെ മനസ്സിലറിയാൻ വേണ്ടിയാണ് എന്നൊക്കെ വേണമെങ്കിൽ രേണുവിനെ പറഞ്ഞു വേണമെങ്കിൽ തെറ്റിദ്ധരിക്കും. പക്ഷെ ഒരു തെറ്റിദ്ധരിപ്പിക്കാം. പക്ഷെ രേണു ബുദ്ധിമതിയാ. കാരണം നിങ്ങളെ ഇപ്പോൾ സൈഡായിട്ട് കൊണ്ടു നടക്കേണ്ട ആവശ്യം അവർക്കുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ നമ്മളൊന്ന് കൊട്ടുമ്പോൾ നിങ്ങൾ രണ്ട് തിരിച്ച് കൊട്ടുമല്ലോ. ഇതിൻ്റെ അവിടെ അവർക്ക് ബെനിഫിറ്റ് കിട്ടും. കഷ്ടം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ഇടുന്ന വീഡിയോയിൽ അതല്ല സത്യം എന്ന് അറിയാവുന്നത് മാത്രമാണ് ഞാനതെടുത്ത് റിയാക്ട് ചെയ്തോണ്ട് ഇപ്പൊ വരും. പക്ഷെ ഇന്ന് വരെ രേണുസുര വീട്ടുകാരെ ആരും പറഞ്ഞിട്ടില്ല, എനിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ഇപ്പൊ പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, ഈ യൂട്യൂബിലുള്ള ആൾക്കാർക്ക് ഫുള്ളും അറിയാം രേണുസുതിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഞാനാണെന്നുള്ളത്. പക്ഷെ രേണുവിന് അറിയത്തില്ല, എനിക്കറിയത്തില്ല. ഞാൻ ആ ഒരു ഡെപ്തിലും ആ ഒരു ഞാൻ എന്തുമാത്രം അവരുടെ ഇതില് പിന്നെ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ രേണുവിന് അറിയത്തില്ല. അതൊക്കെ എനിക്കറിയാം. ഞാൻ അറിയാവുള്ളൂ. അല്ലാതെ ആ ഒരു നിങ്ങൾക്ക് അറിയാവുന്ന പത്ത് നല്ല ഇട്ട ഒരു നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ അത് തീരും. അതാണ് ഇപ്പോഴത്തെ സമൂഹം. ഞാനല്ല കേട്ടോ. അങ്ങനെയാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുവോ ഷൂട്ടിന് ചേച്ചി വിളിച്ചാൽ വരും. ഇല്ലല്ലോ, എനിക്കങ്ങനൊന്നും ഇല്ല. ചേച്ചി ശരിയാൻ തോന്നി ചേച്ചി ഇടും. ഇപ്പൊ കുറെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നെഗറ്റീവായി വന്നത് ഇപ്പൊ ഒരു ഷൂട്ടിന് പോയി നിങ്ങൾ 3 നായകന്മാരെ വെച്ചിട്ടുള്ള അത് ഇപ്പൊ ഞാൻ ഇത് ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇഷ്ടംപോലെ വോയിസ് വന്നു. അതൊക്കെ ഞാൻ നിന്റെ ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നിനക്ക് ഡയറക്റ്റ് അയച്ചു കേൾക്കത്തില്ല, അതിനുള്ള സമയമില്ല. ഞാൻ ആ ചേച്ചിക്കും അവിടെ അച്ഛനും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് വോയിസുകൾ. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിനകത്ത് ഇപ്പം എല്ലാരും പറയുന്നത് സ്റ്റാർട്ട് ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ രേണുസുതി അഭിനയിക്കത്തില്ല, കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അയച്ചു കൊടുത്തോ? അങ്ങനെ സജിന കാണിക്കുമോ? ഇതുപോലുള്ള വോയിസും കാര്യങ്ങളൊക്കെ അച്ഛൻ അയച്ചു കൊടുത്തു. എനിക്ക് അതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ചേച്ചിക്ക് അയച്ചു കൊടുത്ത് കാണുമായിരിക്കും. രേണുവിൻ്റെ അച്ഛനൊക്കെ അയച്ചു കൊടുക്കുമോ? അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമോ? കഷ്ടം. എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇരിക്കട്ടെ ചേച്ചി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത്രേ ഉള്ളൂ. കട്ട് പറഞ്ഞാൽ എനിക്ക് അഭിനയം വരട്ടെ. അപ്പൊ കുറച്ച് അധികമായിട്ട് കുറച്ച് കൂടുതൽ ഈ സിനിമ അഭിനയിക്കുമ്പോഴല്ലാതെയും രേണുസുതി ഭയങ്കര ഇന്റിമൻസ് ആയിട്ടാണ് ആണുങ്ങളോട് എപ്പം പോകുന്നതല്ല. അക്ഷയ് എന്റെ ഫ്രണ്ടാണ്, അവൻ നേരത്തെ തൊട്ടുള്ള ഫ്രണ്ടാണ്. എനിക്കൊരു അനിയനാണ് അവൻ. ഞാൻ ചെവിയിൽ പറഞ്ഞാണോ നിങ്ങൾക്ക് ഇത്, അതോ ഡ്രസ്സാണോ നിങ്ങൾക്ക് ഇന്റിമൻസ് ആയത്? ഇങ്ങനെ അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, അനിയൻ എന്ന് പറയുമ്പോൾ ഞാൻ പോട്ടെ, ഇപ്പൊ എന്റെ ചേച്ചിയാണെന്ന് പറഞ്ഞിട്ട് നിന്റെ വട അത് ഇത് മറ്റേത് മറിച്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു അനിയനോട് പറയാൻ പറ്റുന്ന വാക്കുകളാണോ ഈ വടയെ കുറിച്ചൊക്കെ പറയുന്നത്? അനിയനോട് ഡബിൾ മീനിങ് പറയുന്നത്? നിങ്ങളുടെയൊക്കെ പാരമ്പര്യം അങ്ങനെയാണോ? അറിയാൻ മേത്തോണ്ട് ചോദിക്കുകയാണ്. നിന്റെയൊക്കെ പാരമ്പര്യം നിന്റെയൊക്കെ കുടുംബത്തിന്റെ രീതി ആയതുകൊണ്ടായിരിക്കും അനിയന്മാരോട് ഇമാതിരി സംസാരവും മറ്റേ വർത്താനമൊക്കെ സംസാരിക്കും. നിന്റെ വടയാണ് ഇതാണ് മറ്റാണെന്നൊക്കെ പറയുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നിനക്കൊന്ന് കോമൺ സെൻസ് ഇല്ലേ? ഒരു ബോധവും പൊക്കാണോ ഇല്ലാതെ വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് കുറയ്ക്കാൻ നാണമില്ല നിനക്ക്? കണ്ടില്ലേ, അക്ഷയന്റെ അനിയനാണ് തൊലിപ്പന. അവനാണ് ഇത്ര നിങ്ങളെ നെഗറ്റീവ് ആക്കി കൊണ്ടുവന്നത്. ഇവന്റെ ഒറ്റ ഒരു അഭിനയം അവന്റെ മുമ്പിൽ വെച്ചിട്ട് ഇതുമാതിരി സംസാരിക്കുകയാണെങ്കിൽ നീ എവിടുത്തെ ചേച്ചിയാണ്? ഏതെങ്കിലും ചേച്ചി അനിയനും വടയുടെ അതും പിന്നെ എന്താ പറയുക ഡബിൾ മീനിങ്ങും ട്രിപ്പിൾ മീനിങ്ങും സംസാരിക്കുമോ? നിന്റെയൊക്കെ കുടുംബത്തിന്റെ പാരമ്പര്യമായിരിക്കും നീ കിടന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. തൊലിഞ്ഞ വർത്താനം പറയുന്ന കണ്ടില്ലേ? ഞങ്ങൾക്ക് അങ്ങനെ വല്ല രഹസ്യം റൂം എടുക്കാം, ഹോട്ടൽ റൂം ഉണ്ട്, അവിടെ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് വേണം കഴിക്കാൻ നിങ്ങൾ അറിയത്തില്ല. നിങ്ങൾ ആരും അറിയില്ലല്ലോ. ഇല്ല, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവന്റെ എറണാകുളത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കിടന്ന് ഓടുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്ക്. ഇവിടെ അവൻ തന്നെ നീ ചേച്ചി അനിയെന്നും പറയുമ്പോൾ അവന് ഒരു ഇത് വരുന്നുണ്ടോ? ഒരു ചേച്ചിയുടെ ഇത് വരുന്നുണ്ടോ?
ഒരു ചേച്ചിയുടെ റെസ്പെക്റ്റ് തരുന്നുണ്ടോ? ഇല്ലല്ലോ. തൊഴിഞ്ഞ വർത്താനമായിട്ട് വന്നേക്കും. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാനത് സിമ്പിൾ, നമ്മുടെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരുടെ അടുത്ത് നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ മനസ്സിൽ കളയില്ല, നമ്മൾ അങ്ങനെ പറയും. നിങ്ങൾക്ക് അങ്ങനെ തെറ്റിദ്ധരിച്ചെടുക്കാനുള്ള എടുത്തോളും. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ മനസ്സിന്റെ നിങ്ങളുടെ കണ്ണിന്റെ തോന്നൽ. എടി നിന്റെ ഞങ്ങളുടെ കണ്ണിന്റെ തോന്നല്ല, നിന്റെ സ്വഭാവത്തിന്റെ. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇവിടെ കാണിച്ച ഓരോ തോന്നിവാസം ആ ഒരു വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നാറും പിന്നെ ആണെങ്കിലും. പക്ഷേ നാണം കെട്ട വർഗമൊക്കെ എല്ലാവരും കേട്ടതാണ് അവൻ പറഞ്ഞ രീതി. പിന്നെ അതുപോലെ തന്നെ ദാസേട്ടൻ്റെ പഴംപൊരി, അതും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. മനഃപൂർവ്വം ഓരോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ന്യായീകരിക്കാൻ വരുന്നത്. എൻ്റെ പൊന്ന് സജിനെ കൂടെ ഇരുത്തി സംസാരിക്കും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ പറയുന്നതിന് എന്തിനും കഴമ്പുണ്ടോ എന്ന് വീട്ടിൽ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കണേ ബോധത്തോടെ. അതെനിക്ക് പറയാം. അല്ല രേണു, ഇപ്പൊ ആ ഒരു ഇത് കണ്ടതിന് ശേഷം നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നെഗറ്റീവായിട്ടാണ് കമന്റ് കാണുന്നവന്റെ കണ്ണിലെ കുരുവാണ്, കാണുന്നവന്റെ കണ്ണിലെ സൗന്ദര്യമാണ്. കണ്ടല്ലോ, കാണുന്നവന്റെ കുരു. ഇവക്കൊക്കെ സപ്പോർട്ട് ചെയ്ത നിന്റെയൊക്കെ അണ്ണാക്കി കിട്ടിയപ്പോ നിനക്കൊക്കെ ഇപ്പൊ സമാധാനമായല്ലോ. അങ്ങനെ തന്നെ വേണം. കുറെ തൊലിഞ്ഞ ഫാൻസ് വന്നിരിക്കുന്നു. അവരുടെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ചേച്ചി. എനിക്ക് അവരുടെ ഇഷ്ടത്തിന് ഇതുവരെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നവരാണ്. എനിക്ക് എന്ത് സപ്പോർട്ട്? കുറെ നെഗറ്റീവ് പോസിറ്റീവ് കമന്റ്സ് ആണ്, അത് സപ്പോർട്ടാണ്. എനിക്ക് മാസം കൊണ്ട് ഇവരാരെ കൊണ്ട് പൈസ തരുന്നില്ല. അപ്പൊ പിന്നെ അവർ പറയുന്ന അക്ഷരം പ്രതി അനുസരിക്കുന്ന കാര്യം എനിക്കില്ല ചേച്ചി. അതുകൊണ്ട് ചേച്ചി പറഞ്ഞത് പിന്നെ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഞാൻ ശ്രദ്ധിക്കാം. ഞാൻ ചേച്ചിയോട് ഇപ്പൊ പറയാം. ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രമിക്കാം. എല്ലാരും ഇപ്പൊ പറയുന്നത് ശ്രീതു ഒരു ഇതിട്ട് അതോളം സ്റ്റാൻഡ് നിലപാട്. ശ്രീതു എന്റെ ഫ്രണ്ടൊന്നുമല്ല, ചേച്ചി എന്റെ ഫ്രണ്ടാണ്. ചേച്ചിയുടെ ശ്രീതു എന്റെ ഫ്രണ്ട്. ഞാൻ ആദ്യമായിട്ട് ശ്രീതുവിനെ കാണുന്നത്, ശ്രീതുവിന്റെ ബ്ലോഗ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഉള്ള കാര്യം പറയാലോ, ഞാൻ കാണുന്ന ഒരു ഷൂട്ടിലാണ്. അപ്പൊ തൊട്ട് എന്റെ ഫ്രണ്ടായി. അല്ലാതെ ഞാൻ അവരെ മെസ്സേജ് പോലും ഞാൻ അയക്കാറില്ല ചേച്ചിക്ക്. എന്തോ ഒരു പേരിപ്പോ പറഞ്ഞല്ലോ, അന്ത പൊണ്ണ്. ഞാൻ എന്താ പെണ്ണിന്റെ പേരൊന്നും പറയുന്നൊന്നുമില്ലേ. നിനക്ക് അത് തന്നെ വേണോടി, നിനക്ക് അത് തന്നെ വേണം. ഇവിടെയൊക്കെ വാക്കും കേട്ട് വല്ലവന്റെ അമ്മയ്ക്കൊക്കെ പോയി പറയുമ്പോ നീ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവളൊക്കെ നിനക്ക് ഏത് ഇതാ തന്നിരിക്കുന്നതെന്ന്. ഒരു 5-6 കേസിട്ട് അറിയാന്ന് പറഞ്ഞില്ലേ. ഇവറ്റയുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ്. ഞാനൊന്നും പറയുന്നില്ല, നമ്മളായിട്ടൊന്നും ഇട്ട് തരുന്നുമില്ല. എന്തോ പറയാനാന്ന് പറ. എൻ്റെ പൊന്നു മോളെ, നീ ഒന്ന് സൂക്ഷിച്ചോ. ഞാനൊന്നും പറയുന്നില്ല. ആൾക്കാർ വിചാരിക്കും ഡാനി എക്സ്പ്രഷൻ ഇട്ട് കൊല്ലുവന്ന്. കാരണം എനിക്ക് പറയണമെന്നും ഉണ്ടില്ല. കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയാണ് ഈ കേസ് കേട്ടില്ല. അതുകൊണ്ട് ശ്രീതു, എൻ്റെ വായിൽ പേര് വീണുപോയി. എന്നാലും പോട്ടെ, സൂക്ഷിക്കുക. ഞാനൊരു 10 വർഷം 20 വർഷം മുമ്പുള്ള ഫ്രണ്ട്സിനെ പോലും ഞാനൊന്നും ഒരു 5 മിനിറ്റ് പോലും കോൾ സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് രേണുസുധി. കാരണം അന്നത്തെ ഫ്രണ്ട്സിന്റെ ഒക്കെ നിലവാരങ്ങൾ എല്ലാവർക്കും അറിയാം. ചേച്ചി കൂടുതൽ പറയണ്ട. 24 hours കിട്ടുവാണെങ്കിൽ 24 hours ഞാൻ പാട്ട് കേട്ടോണ്ട് അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റ റീൽ ഇട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുധി. ഞാൻ ആരെയും ഫോണിൽ സംസാരിക്കാറില്ല. ചേച്ചിയുടെ അടുത്ത് ഇത്ര ആത്മാർത്ഥ ബന്ധം ഉണ്ടായിട്ട് പോലും അവരുടെ അടുത്ത് ഒരു 5 മിനിറ്റ് പോലും ഞാൻ സംസാരിക്കാറില്ല. അപ്പോൾ ഒരിക്കലുമല്ല എന്റെ കോൺടാക്ട് ലിസ്റ്റ് ഞാൻ വേണമെങ്കിൽ എന്റെ നമ്പർ തരാം. കോൺടാക്ട് നിങ്ങൾ എന്തിനാണ് ഇവരെയൊക്കെ ബോധിപ്പിക്കുന്നത്? അല്ല അവര് അങ്ങനല്ല, ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും എന്തെങ്കിലും പറഞ്ഞാൽ പറ്റത്തില്ല. ചേച്ചി പറയുന്നത് എനിക്ക് കേൾക്കാം. കാരണം ചേച്ചി എനിക്ക് പറഞ്ഞു തന്നത് വീഡിയോ ഇറങ്ങിയ ചേച്ചി ചെയ്യണു. മറ്റുള്ളവർ പറയുന്നതായിട്ട് എനിക്ക് പറഞ്ഞാൽ ഞാൻ പറയാം, ഞാൻ മൈൻഡ് ചെയ്തു. ചേച്ചി പറഞ്ഞാൽ ഞാൻ ചേച്ചി ഞാൻ ശ്രദ്ധിക്കാൻ. അത് ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ ചേച്ചിയോടാന്ന് പറഞ്ഞില്ലേ, ഞാൻ ശ്രദ്ധിക്കാം. ചേച്ചി പറഞ്ഞ ചേച്ചിയുടെ വോയിസ് എന്തായാലും അതായത് അതുരുമായിട്ട് സംസാരിച്ചതിന്റെ വോയിസ് ചേച്ചി ഇത് കേട്ടായിരുന്നു. രേണു കേട്ടായിരുന്നു. കേൾക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ നിനക്കൊക്കെ അവിടെ കൊണ്ടുപോയി വെളുപ്പിക്കാനും കരയിപ്പിക്കാനൊക്കെ നല്ല രീതി അറിയാം. എല്ലാം കണക്കാ. എൻ്റെ പൊന്നു സജിന് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. ഇപ്പം മനസ്സിലായി ഈ കൂട്ടത്തില പെട്ട് കിടക്കുന്നത് നമ്മുടെ പുതിയ നായികയാണ്. മറ്റേ ശ്രീതു എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ് പെട്ട് കിടക്കുന്നതെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പാവം അതിന് വേണ്ടി തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ കിടന്ന് ഇന്നലൊക്കെ ഓരോ പ്രസംഗിച്ചുകൊണ്ടിരുന്നതാ. ഇപ്പം ആരായി? ശ്രീതു ആരായി? എന്തായാലും സജനയുടെയും ഈ പറയുന്ന ശ്രീതുവിൻ്റെയും ലാസ്റ്റ് കോണ്ടന്റ് അത് കൂട്ടിയാൽ മാത്രം മതി. അല്ലാതെ ഇപ്പം എന്തോ പറയാനാണ്. ചേച്ചി പറഞ്ഞ ഞാൻ കേൾക്കും. മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. കാരണം മറ്റുള്ളവരുമായിട്ട് എനിക്ക് അത് അധികം എന്താ പറയാ കോൺടാക്ട്
പറഞ്ഞിട്ടില്ല. അതായത് ഈ നെഗറ്റീവ് പറയുന്നവരുമായിട്ട് എനിക്ക് യാതൊരു ഇതില്ല. ചേച്ചിയായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്, അത് ഞാൻ ചേച്ചി പറയാൻ കേട്ടു. അപ്പൊ നിങ്ങളുടെയൊക്കെ സംശയങ്ങളൊക്കെ എനിക്ക് നേരിട്ടാണ് മെസ്സേജ് ആയിട്ട് വന്നത്. രേണുവിന് അത്രയും പോയില്ല, എനിക്കാണ് വന്നത്. അപ്പൊ ആ കമന്റ് എല്ലാം വെച്ചിട്ടാണ് ഞാൻ രേണുവിനെ സംസാരിച്ചപ്പോഴത്തേക്ക് ഫോണിൽ പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ഇത്രേ ഉള്ളൂ. പക്ഷേ നേരിട്ട് എന്തായാലും 3-ാം തീയതി ഞങ്ങൾ നേരിട്ട് കാണുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അതിനുശേഷം ഒരു വീഡിയോ ഇടാനതും വേറെ ഒന്നും സംസാരിക്കാനും. കാരണം രേണുവിനെ എന്തായാലും നേരിട്ട് കാണുന്നത്. അപ്പൊ രേണുവിന് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ രേണുവിനോട് ചോദിക്കും. രേണു എനിക്ക് അക്ഷയ് എന്ന് പറയുന്ന ആളുമായിട്ട് ഇപ്പൊ ദാസനെ പോലത്തെ പ്രതീക്ഷ ഇവരൊക്കെ ഞാൻ അഭിനയം കേട്ടോണ്ടിരിക്കുക. കാരണം ഞാൻ അഭിനയിക്കുമ്പോൾ അവർക്കും കേൾക്കും, എനിക്കും കേൾക്കും. അത് നിങ്ങളുടെയൊക്കെ ഓരോ കണ്ണിലേയും തോന്നല്. അവിയതമെന്നല്ല പറയുന്നേ, അഹങ്കാരം. ഈ അബീത് അവർ തമ്മിൽ പ്രേമമാണ് മറ്റാണെന്നൊന്നും ഇവിടെ ആരും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. അത് വേറെ കാര്യങ്ങൾ. അങ്ങനെ എൻ്റെ അടുത്ത് പേഴ്സണൽ ഒരുപാട് കാര്യം ചോദിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ ലൈനല്ലേ ഏട്ടാന്ന് പറഞ്ഞു. ഞങ്ങളൊന്നും പറയല്ലേ, അവർ തമ്മിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പ്രതീക്ഷയായിട്ടുള്ള സമയമാണ്. അവരൊരു കുടുംബമുണ്ട്, നല്ല ലൈഫും കാര്യങ്ങളുണ്ട്. പിന്നെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്ന് അത്യാവശ്യം റീച്ചിന് വേണ്ടിയാണ് അവൻ ഇത് കാണിക്കുന്നത്. കാരണം അവൻ്റെ ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന്. അല്ലാതെ ഇവർ തമ്മിൽ അങ്ങനത്തെ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ ദാസേട്ടൻ ഇച്ചിരി ഓവറാണ്. ഓവറായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതാണ് പുള്ളിക്കാരൻ. പക്ഷെ ഇച്ചിരി ലിമിറ്റ് വേണം. പറഞ്ഞു മനസ്സിലായി. ഇവർക്ക് പിന്നെ കുഴപ്പമില്ല, സുധിച്ചേട്ടൻ അവർ ഇവരെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഈ പറയുന്ന ദാസേട്ടൻ്റെ ആണെങ്കിലും പ്രജീഷിൻ്റെ ആണെങ്കിലും ഭാവി ഊഹമാണെങ്കിലും ഈ ഒരു സ്ത്രീ കാരണം ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം ഇവരുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ചെകഞ്ഞു പോയതല്ല, ഇവരായിട്ട് കൊണ്ടുപോയത്. ആ സമയത്ത് അത് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവരെപ്പോഴും എൻ്റെ സുധിച്ചേട്ടനെ കുറിച്ച് ഇങ്ങനെ വാഴ്ത്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതുപോലത്തെ ദ്രോഹം ചെയ്തൊരു വ്യക്തിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഉള്ള കാര്യം പറയാമല്ലോ. ഓക്കെ, എന്താണ് ചേച്ചി പറ. നമ്മുടെ കണ്ണൻകുൺ എന്താ പേര്? അക്ഷയ് ഞാനും ഫ്ലാറ്റില് അവിടെ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അതല്ലാതെ അവരുടെ ഫ്രണ്ട്സും ഉണ്ടായി. ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് അവിടെ റൂം എടുക്കാൻ പറ്റാത്ത ഞങ്ങൾ അവിടെ ഫ്ലാറ്റിൽ താമസിച്ചതല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് അതിൽ ഒരിക്കലും നീ നെഗറ്റീവ് ആണെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഇത് നീ ഇട്ട് കൊടുക്കുന്നതാണ് പറയുന്നത്. മനസ്സിലായോ? അങ്ങനൊന്നുമല്ല. നമ്മൾ ആ സംസാരിക്കുന്ന കൂടെ അക്ഷയ് കണ്ടന്റ് ആദ്യമായിട്ടാണ് ഞാൻ അവരുമായിട്ട് ഈ ആൽബം ചെയ്തത്. അപ്പൊ അവരെ കണ്ടന്റ് ആയ ഒരു എക്സൈറ്റ്മെന്റിൽ സന്തോഷത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈ ബ്ലോഗർമാര് പറയുന്നത് ഇത് തന്നെയാണ്, ഇട്ട് കൊടുക്കുക. ഇതായിപ്പോ ആദ്യം പറഞ്ഞ ഒരു മുസ്ലിമിനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു, അറിയാലോ. സത്യം പറഞ്ഞ സജിനെ അങ്ങ് വെളുപ്പിക്കുകയാണ്. എന്റെ പൊന്നെ സജിനെ വെളുപ്പിക്ക്. സത്യം പറയല്ലോ, സജിനെ കൂടെ അങ്ങ് വെളുപ്പിക്കാൻ ശ്രമിക്കുകയല്ല. അവളങ്ങ് അന്തമിട്ട പേഴ്ചയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടെങ്കിൽ എന്റെ പൊന്നെ രണ സുനാമി തന്നെ നീ. ഞാനൊരു കാര്യം പറയട്ടെ. പിന്നെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള പച്ചവരാതം വന്നിട്ട് പറഞ്ഞിട്ട് ആൾക്കാരെടുത്ത് നിന്നെയൊക്കെ എടുത്ത് ഉടുക്കുവാണെങ്കിൽ നീയൊക്കെ അത് കേട്ടോണ്ടിരുന്നാൽ മതി. നീ ഇപ്പോൾ ഒരു കള്ളം പറയുമ്പോൾ ആൾക്കാരുടെ തിരിച്ചത് റിയാക്ട് ചെയ്യുമ്പോൾ 2 കള്ളം കൂടെ കൂടുതലായിരിക്കും വരുന്നത്. അത് നിന്റെ തല ഇരിക്കുമെന്ന് നീ ഒന്ന് ആലോചിക്കണം. നിന്റെ ഒരു കുഞ്ഞ് വളർന്നു വരുക, കിച്ചു പോട്ടെ, ആ കൊച്ചു ചേർക്കുന്ന ആൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് പറയേണ്ട അവസ്ഥ, അവൻ വന്ന് നിന്റെ അടുത്തൊക്കെ വന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. ആ സമയത്തുണ്ടല്ലോ, ഞാനൊന്നും പറയുന്നില്ല, ഏത്തക്കപ്പം കഴിച്ചോണ്ടിരിക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ വരുന്നത് പറയുന്നത്. ഒറ്റ കാര്യം കൂടെ പറയുന്നത്, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് നെഗറ്റീവ് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് ഇതിനെക്കാട്ടി കൂടുതൽ നല്ല കാര്യമല്ലേ, എല്ലാവരും പോസിറ്റീവ് ആഗ്രഹിക്കുന്നതാണ്. അവർക്ക് കുറച്ച് സജഷൻ ഉണ്ട് നിന്റെ അടുത്ത് പറയാൻ. അതല്ലാതെ നിന്റെ അടുത്ത് ആജ്ഞാപിക്കുമല്ല, അവര് സജഷൻ. കാരണം പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു, അപ്പൊ വേറൊരാൾ നിന്നെ നെഗറ്റീവ് പറയുമ്പോൾ നീ നിന്റെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ട ആദ്യം അവര് കഴിച്ചോടുന്നു. നീ വലിയ സപ്പോർട്ട് ആയിരുന്നു, ഇപ്പൊ എന്ത് പറ്റി? ഞാൻ അക്ഷയുടെ ചെവിയിൽ ഇനി ചിലപ്പോൾ പറയാണ്ട് പറയും. അതൊക്കെ എന്റെ ഇഷ്ടമാണ്. നിങ്ങളെന്തിനാണ് ഇതൊക്കെ പിടിച്ചു പോകുന്നത്? എനിക്കറിയത്തില്ല. ഇത്രയും നെഗറ്റീവ് ഇങ്ങനെ ആൽബം ഇറങ്ങുമ്പോ തീരുന്നതല്ല എന്റെ രേണുസുതി. നീ കാണിക്കുന്ന ഓരോ തോന്നിവാസാ പറഞ്ഞത്. ആൽബത്തിനകത്ത് എവിടെയെങ്കിലും കുട്ടനാടൻ കായികയില്ലേ ആ പാട്ടുണ്ടോ? ഉണ്ടോ? അതെന്തോ ആൽബമാണ്? അത് നിങ്ങളത് റീലാണോ? അതോ ആ പാട്ട് വെച്ചിട്ട് കാണിച്ച് എനിക്കറിയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോടൊക്കെ പറയാം, നീയൊക്കെ ഒരു കാര്യം അഭിനയിക്കാൻ പോകുമ്പോൾ ഏത് ഡയറക്ടറായാലും ശരി, ഈ മീഡിയക്കാരെ എന്തിനാ പിടിച്ചകത്ത് കിട്ടുന്നത്? തുണി മാറാൻ പോകുമ്പോഴും മീഡിയക്കാർ, കുളിമുറി പോകുമ്പോഴും മീഡിയക്കാർ, എവിടെയൊക്കെ പോയാലും അവിടെ എല്ലാം മീഡിയക്കാർ. പറ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ സജന ചേച്ചിയും കൂടെ അടുത്തിരിപ്പുണ്ട്. മാന്യമായിട്ടൊരു ചോദ്യം. ഇപ്പൊ രേണു പോകുന്നിടത്ത് ഈ മീഡിയക്കാരൊക്കെ വരുന്നത്, അതേ സ്ഥാനത്ത് ചേച്ചിയാ പോകുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതേ സ്ഥാനത്ത് ഇത്രയും ചിന്തിച്ചാൽ മതി. ട്രെയിനിൽ വിടുന്ന അതേ ഡ്രസ്സ് നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കി. നിങ്ങൾ മീഡിയക്കാരെ കയറ്റുമോ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. പറഞ്ഞ മനസ്സിലായോ? അതാണ് ഞാനിപ്പോൾ സജന ചേച്ചിയോടാ ചോദിക്കുന്നത്. ഇപ്പോൾ ചിലർക്ക് വണ്ണം കാണും, ചിലർക്ക് വണ്ണം കുറയും. വണ്ണമുള്ള ഒരാൾക്കാണെങ്കിൽ ചില വൃത്തിയുടെ എടുത്തറിയും. വണ്ണമില്ല ഞാൻ എന്താ ഉദ്ദേശിച്ചത് ബുദ്ധിയുള്ളവർക്ക് അത് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും.
മേലെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും കൂടെയുള്ള കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കണം, ആൾക്കാരെ കേട്ടരുത്. ഇതൊക്കെ ഓവറാണ്. നാളെ കൊച്ചു ചെറുക്കാൻ വളർന്നു വരുവാണ്, നിങ്ങൾ ആദ്യം അത് പറഞ്ഞു കൊടുക്ക്. ഞങ്ങളെക്കാളും പ്രായം കൂടിയ വ്യക്തികളല്ലേ, പറഞ്ഞു കൊടുക്കുക. അഭിനയമല്ല പറയുന്നത്, അഭിനയമല്ല പറയുന്നത്. ഇപ്പൊ ഇതിനകത്തുള്ള ഈ പിന്നെ ആ അഭിനയം കഴിഞ്ഞ ശേഷമുള്ള ആ ഒരു കാര്യമാണ്. എന്റെ ഇഷ്ടമല്ലേ അത് അവരോട്, എന്റെ ഇഷ്ടമല്ലേ ഞാൻ ചെയ്യട്ടെ. നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, വീട്ടുകാരുടെ കാര്യം നോക്ക്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തൊക്കെ നിങ്ങളും ജീവിക്കും. നിങ്ങൾ എന്റെ ഇങ്ങോട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ എല്ലാരും ചോദിച്ചു സജീന എന്തുകൊണ്ട് ഇതിന് പ്രതികരിച്ചില്ല, കാരണം നീ ഇപ്പൊ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അല്ലാതെ ഒരു വോയിസ് ഇട്ടോ ഒരു കാര്യമില്ല. കാരണം എനിക്ക് വന്ന ആ കമന്റുകളെല്ലാം ഞാൻ രേണു ഇന്നലെ കാണിച്ചു, കാണിച്ച് ഞാനത് കേൾപ്പിച്ചൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു രേണു ഇവർക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് ആ ഒരു ഉത്തരം രേണു പറയേണ്ടത് ഞാനല്ല, കാരണം ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് നിങ്ങളുടെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കറക്റ്റായിട്ട് തരാൻ പറ്റുന്നത് രേണുവിനാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഞാൻ രേണുവിനോട് പറഞ്ഞിട്ടുണ്ട്, രേണു ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നും പറയാനില്ല. സ്നേഹിക്കുന്നവർ വീണ്ടും സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുന്നവർ വീണ്ടും സപ്പോർട്ട് ചെയ്യുക, നെഗറ്റീവ് ഇടുന്നവർ വീണ്ടും നെഗറ്റീവ് ഇടുക, സ്നേഹിക്കാത്തവർ സ്നേഹിക്കാതിരിക്കുക. ഞാൻ എന്റെ വഴി നോക്കി പോകും, എന്റെ ഇഷ്ടമാണ്, എന്റെ ലൈഫാണ്, ഞാൻ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. എങ്കിലും ഞാൻ പറഞ്ഞതിനകത്ത് ഒരു ഇച്ചിരി ഒരു കാര്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. ചേച്ചി പറഞ്ഞാൽ ശ്രദ്ധിക്കാം, ഇവര് പറയുന്നില്ല, മറ്റുള്ളവർ പറയാൻ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം മറ്റുള്ളവർ ഞാൻ തമ്മിൽ യാതൊരു തന്നില്ല, പക്ഷെ ചേച്ചി പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കും. അത് മാത്രം ഞാൻ പറഞ്ഞ അത് തന്നെയാണ്. ഞാൻ എവിടെ കണ്ട് ഞാൻ പറഞ്ഞ അത് കേൾക്കുമെങ്കിൽ ചെറിയൊരു വിശ്വാസമുണ്ട്, അത് കേൾക്കുമെങ്കിൽ കോപ്പ് കേൾക്കും. എന്റെ പൊന്ന് സജിനെ, നിങ്ങൾ കണ്ടോ? ഇതിന്റെ അപ്പുറം തോന്നിയ ദിവസം കാണിക്കും ഇവള്, ഉറപ്പാണ്. നിങ്ങൾ എത്ര വന്ന് വിളമ്പിലാണെങ്കിൽ പോലും ഓക്കെ. ഇപ്പം കുറച്ച് ആൾക്കാർ പറയും ഇതുപോലെ ഒരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയാൽ നല്ലതായിരിക്കും. എന്നാൽ ഇവിടുത്തെ ജനങ്ങൾ പറയും അതേ ആൾക്കാരാണ് നാളെ സജിനയ്ക്കെതിരെ കുത്തി സംസാരിക്കുന്നത്. സജിന കണ്ടോ? ഉറപ്പാണ് ഈ ഒരു സ്ത്രീയെ കൊണ്ട്. ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഓരോ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞാനിപ്പം പറയുമ്പോൾ ഈ ഒരു കോണ്ടന്റ് 1 മാസം എടുക്കാതിരിക്കുക. ഒരേ സ്ഥിതി എന്ന് പറഞ്ഞ മന്മനം ഇവിടെ വീഴും. ഇവിടുത്തെ യൂട്യൂബേഴ്സ് ഉണ്ടോണ്ട് മാത്രം കഴിഞ്ഞു പോകുന്നത്. എന്നിട്ട് എന്താ ഇവിടെ അരി മേടിച്ച് നീയൊക്കെ തിന്നടാന്നുള്ള രീതി സംസാരിക്കുന്നത്. ഇന്ന് രേണുവിന് അരി മേടിക്കാൻ ഇത്ര ഇതുണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാരാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം. അതും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ബാക്കിയും കൂടെ പറ. അവിടെ ഞാൻ ഇപ്പൊ നിങ്ങൾ ഓഡിയൻസ് കേൾക്കാൻ പറയും, രേണുവിനെ കേൾക്കാൻ വേണ്ടി പറയാം. ഇനി അഥവാ രേണുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു നെഗറ്റീവ് എനിക്ക് കണ്ട് ബാക്കിയുള്ളവർ തോന്നുന്നു അതേപോലെ എനിക്ക് ഫീൽ ചെയ്താലും ഇത് നെഗറ്റീവ് ആണ് എന്ന് പോലും സജീവ വീഡിയോയിൽ പറയാൻ പാടില്ല. കാരണം രേണു സുധി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് എന്റെ പിന്നെ മൊബൈലിലായാലും എന്റെ ലൈഫിലായാലും അവിടെ ക്ലോസ് ആണ് എന്നും വെച്ച് വർക്കുകൾ വന്ന നിർത്തി അപമാനിക്കുകയാണോ രേണു സജിനെ? അത്രേ ഉള്ളൂ. പോയാൽ പോട്ട് പുല്ലെന്നുള്ള രീതിയിലാണ് രേണുവിന്റെ മൈൻഡ്. സജിനെ താങ്ങി നിൽക്കല്ലേ, കഴിവുണ്ട്, ടാലന്റ് ഉണ്ട്, കയറി പോകാൻ പറ്റും, ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റും. സത്യസന്ധമായിട്ട് പറയാം, ഒരു സീരിയലൊക്കെ കിട്ടിയാൽ നിങ്ങൾ സൈൻ ചെയ്തൊക്കെ അങ്ങ് പോകും. ഒരു ഭാഗ്യമാണ്. എനിക്കൊരു കാര്യം പറയാം, ആ ഒരു തെലുങ്ക് പടത്തിൽ കണ്ടപ്പോൾ ഒരു അത്യാവശ്യം ഒരു ബഹുമാനം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിലപാടില്ലായ്മയൊക്കെ കാണുമ്പോൾ എന്തോ എവിടെ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കഷ്ടം 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 കഷ്ടം. ഇപ്പൊ എനിക്ക് രേണു ഞാൻ ഫ്രണ്ടാന്ന് അറിയാവുന്ന ഒരു എന്റെ അടുത്ത് പറയുമ്പോൾ ഒരു പറക്കി എനിക്ക് അങ്ങനെ ഒന്നും അപ്പോഴേ കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് അസുഖമില്ല, കുശുമ്പില്ല, ഒന്നും. ഞാൻ ബ്ലോഗ് നിർത്തും. കാരണം ഇപ്പൊ ഇത്രയും നാൾ ഞാൻ പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അതിനെതിരെ നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ രണ്ട് തമ്മിലുള്ള സ്വഭാവമാവും. ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട നിർത്തണം. അതാണ് നിങ്ങൾ ഞാൻ എന്റെ ഒരു കാര്യം കൂടെ പറയണം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്ന് ശരിയായിട്ടുള്ള കാര്യം. എന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്. രഹസ്യത്തിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ രഹസ്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞങ്ങൾ റൂം എടുത്ത് ഞങ്ങളെല്ലാം ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വീഡിയോക്ക് അത് അറിയാൻ ചേച്ചി, അത് പണ്ടും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. കച്ചുകളി നടികളെല്ലാം നമ്മളെല്ലാം അറിയാം, തിയേറ്ററിലെ കഥകൾ ഉൾപ്പെടെ അറിയാം. ഇത്രയും 15 ക്യാമറയ്ക്ക് വേണ്ടി ഞങ്ങൾ രഹസ്യത്തിൽ ഒന്നും ചെയ്തില്ല. അതെന്ത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതെന്റെ ശരിയാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ രേണു ഒരിക്കലും നെഗറ്റീവ് ആണെന്ന് ഒരു ബ്ലോഗറും പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് രേണു സുധി നെഗറ്റീവ് ഇട്ട് കൊടുക്കുവാണെന്ന് പറയുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. എന്നെ പരത്തെ വിളിക്കുന്ന ബ്ലോഗേഴ്സിലെ എനിക്ക് അപ്പൊ എന്തായാലും ഷൂട്ടിന് ആള് വിളിക്കുന്നുണ്ട്, സമയമായി. അപ്പൊ ഇതിപ്പോ മനസ്സിലായി നിങ്ങൾ ഞങ്ങളെ കേട്ടില്ലല്ലോ ഷൂട്ടിന് ആളെ വിളിക്കുന്നതൊന്നും. ചുമ്മാ അങ്ങ് തള്ളുക, ചുമ്മാ അങ്ങ് തള്ളുക, തള്ളിങ്ങ് മറിക്കുക. ബാക്കി പറ. നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം ഞാൻ രേണുവിനോട് ചോദിച്ചിട്ടുണ്ട്, രേണുവിന്റെ ഉത്തരങ്ങളെല്ലാം രേണു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എന്റെ ആറ്റിറ്റ്യൂഡ് ഞാനിവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ എന്താ കാരണം നെഗറ്റീവ് ആണ് രേണുവിന്റെ ഭാഗത്ത് നിന്നെ കാണുന്നത്. ഞാൻ പറഞ്ഞോ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോക്ക് ഞാൻ സംസാരിക്കാതെ എന്റെ മാർക്കാണ്, എന്റെ വ്യക്തിപരമാണ്. ഇരുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ നമ്മുടെ യാതൊരു വിഷയമില്ല. എനിക്ക് ഫ്രണ്ട് മരിക്കുന്നവരെ ഫ്രണ്ടായിട്ട് മരിക്കുന്നവരെ ഫ്രണ്ട് തന്നെയാണ് പ്രശ്നം. ഈ ബ്ലോഗേഴ്സിനാണ് പ്രശ്നം. അപ്പൊ എനിക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ച് ഈ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു വീഡിയോ ഇതിന് എക്സ്ട്രാ ഇടാതിരിക്കും. ഒന്നുമില്ല. ഇവിടെ പെട്ടുപോയത് നമ്മുടെ ശ്രീതുവാണ്. പാവം ശ്രീതു. പോട്ടടി മോളെ,
നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെയോ അതുല്ലെ വിളിക്കാം. കൂടെ ഉണ്ടാവും, കൂടപ്പുറപ്പിനെ പോലെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം നമ്മളൊന്നും ഇല്ലാണ്ടാവാൻ പോകുന്നൊരവസ്ഥയുണ്ട്. അത് തന്നെയാണ് ഇപ്പം നിനക്കും പറ്റിയിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. സൂക്ഷിക്കുക. പിന്നെ ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ അടിച്ച് പിരിഞ്ഞിട്ടില്ല അതാണ് മറ്റാണെന്നും പറഞ്ഞ് വരുമൊന്നും വേണ്ട. നിനക്ക് അതിന് പട്ടി വിലയാണ് തരുന്നത് ഈ ഒരു വീഡിയോ എന്ന് മനസ്സിലായതാണ്. ഓക്കെ ഗൈസ്, ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. അപ്പോൾ ഇവറ്റകളൊക്കെ എന്താണ് ഒരു സ്റ്റാൻഡിലെന്നൊക്കെ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അത്ര ഞാൻ പറയുന്നുള്ളൂ. സജന വ്ളോഗ്സിൻ്റെ പിന്നെ മറ്റേ ശ്രീതു എന്ന് പറയുന്ന പെണ്ണിൻ്റെ കോണ്ടന്റ് ഇനി ഞാൻ തൊടത്തില്ല. അതുപോലെ തന്നെ പല യൂട്യൂബേഴ്സിനോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, എടുക്കാതിരിക്കുക. മെയിനായിട്ട് ടേണൂനെ എടുക്കും. കാരണം എന്തായാലും നാളെ കിടക്കുക. എടുക്കേണ്ടതാണെങ്കിൽ എടുത്ത് പതിക്കും. ബൈ ബൈ ബൈ.